കുട്ടിക്കാലത്തെ ഓർത്തെടുക്കാൻ പറ്റിയൊരിടാണിത്. ഇത് കുട്ടിക്കാലത്ത് ഒരുപാട് തവണ നിസ്കരിക്കാൻ വേണ്ടി വന്നിരുന്ന ആ പഴയ പള്ളി മരത്തിൻ്റെതായിരുന്നു. ഇപ്പം ചെറിയ മോടിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിസ്കരിക്കുമ്പം, ഇവിടെ സുജൂദ് ചെയ്യുമ്പം, ഇവിടെ ഇരിക്കുമ്പം ഉള്ളൊരു ആത്മനിർവൃതി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെ എൻ്റെ ഇടതുഭാഗത്ത് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാരുടെ അവരുടെ കോട്ടയാണ്, ഇപ്പം മ്യൂസിയമാണ്. നേരെ വലതുഭാഗത്ത് എൻ്റെ തറവാട് കാന്തിലാട്ട് തറവാടാണ്. പണ്ട് വലിയൊരു തറവാട് വീട്, ഒരുപാട് മുറികളുള്ളത്, കൊല്ലത്തിലൊരിക്കൽ ഓലമേഞ്ഞ് പിടിപ്പിക്കുന്ന വലിയ കുടുംബം. എൻ്റെ തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വലിയ അതേ വലുപ്പം, അതിനേക്കാൾ വലുപ്പമുള്ള കുഞ്ഞാലിമരക്കാരുടെ വീട് കോട്ടയെന്ന് വിളിച്ചിരുന്നു. അതിനിടയ്ക്കുള്ള കൊച്ചു പള്ളിയും പള്ളിപ്പറമ്പും പുതുവിനും മറ്റുമുള്ള കുളവും. ഇവിടുത്തെ ഒരു വൈബ് കുറച്ച് മുമ്പോട്ട് നടന്നാൽ പിന്നെ കടലാണ്. നേരെ റോഡിന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ മൂരാട് പുഴയുടെ ഓരമാണ്, യോജിക്കുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് പിറകിലുള്ളത് ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഇരിഞ്ഞ പാറ എന്ന് വിളിക്കുന്ന കരിങ്കല്ലിൻ്റെ വലിയ മല. ഇന്നത് മുറിച്ചെടുത്ത് വിറ്റു, ഒന്നും ബാക്കിയില്ല. അപ്പം ഇത്രയും മനോഹരമായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ പള്ളിപ്പറമ്പിൽ ആരുടെയൊക്കെ കബറിടമാണെന്ന് പറയാനറിയില്ല. കുറേ കാലമായിട്ടുള്ള പറങ്കികളുമായിട്ടുള്ള ധീരദേശാഭിമാനികളുടെ പോരാട്ടത്തിൽ ആത്മാവ് സമർപ്പിച്ച ഷഹീദുകളുടെ ഒരുപാട് കബറിടം ഇവിടെ കാണും. ഏതായാലും നല്ലൊരിടം, നല്ല ഓർമ്മകൾ. അൽ-ഇർഷാദ് സെൻട്രൽ സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥികളുടെ കൂടെ ഒരു യാത്രയിലാണ്. താങ്ക് യു.